വി ഡി സതീശനെ കണ്ടാൽ കടിച്ചു കീറേണ്ട ദേഷ്യമുണ്ട് പി വി അൻവറിന്. പി വി അൻവറിനെ ചതിച്ചതും UDF പ്രവേശനം വിലക്കിയതും മുന്നണിയിലെടുക്കാതെ അസോസിയേറ്റ് അംഗമായി കൂടെ കൂട്ടാമെന്നൊക്കെ പറഞ്ഞ് അകറ്റി നിർത്തുന്നത് വി ഡി സതീശനാണെന്ന് മനസ്സിലാക്കേണ്ട പ്രായോഗിക ബുദ്ധിയും സാമാന്യ ബുദ്ധിയും ഇതിനകം തന്നെ അൻവറിന് ലഭിച്ചു കഴിഞ്ഞു. അൻവർ പോയി മാപ്പൊക്കെ പറഞ്ഞ് മാപ്പിരുന്ന് മാപ്പ് സതീശ മാപ്പ് എന്നൊക്കെ പറഞ്ഞ് കൂടെ കൂട്ടണമെന്ന് പറഞ്ഞ് കാല് പിടിച്ചപ്പോ മുഖത്ത് തൊഴിച്ചു എന്നൊക്കെ അൻവർ പറയുന്നത് പച്ച പരമാർത്ഥമാണ്, കള്ളമല്ല. പക്ഷേ വി ഡി സതീശന്റെ രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത് പി വി അൻവറിന്റെ കാപട്യം. പി വി അൻവറിനെ ഒപ്പം കൂട്ടിയാൽ പി വി അൻവർ വിളിച്ചു പറയാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് കൃത്യമായി അറിയാം. എങ്ങാണ്ട് വ്യവസായം ചെയ്തുകൊണ്ടിരുന്ന പി വി അൻവറിനെ ഒപ്പം കൂട്ടി MLA ആക്കി പൗരപ്രമുഖനാക്കി മാറ്റിയത് ഇടതു മുന്നണിയാണ്, പിണറായി വിജയനാണ്. ആ പിണറായി വിജയൻ മറ്റു ചില ഘട്ടങ്ങളിൽ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പോലീസും പി വി അൻവറിനെ സഹായിക്കാതെ വന്നപ്പോൾ, ചില കാര്യങ്ങൾക്ക് കുട പിടിക്കാതെ വന്നപ്പോൾ പി വി അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ തന്നെ കലാപക്കൊടി ഉയർത്തിയത് കൃത്യമായി അറിയാം പ്രതിപക്ഷ നേതാവിന്. അതുകൊണ്ടാണ് പി വി അൻവറിനെ അകറ്റി നിർത്തുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് വി ഡി സതീശൻ കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴും അതുതന്നെയാണ് അവസ്ഥ. സമ്മർദ്ദ തന്ത്രത്തിലൂടെ കോൺഗ്രസിനെയും UDFനെയും തന്റെ വരുതിയിലാക്കാൻ കഴിയുമെന്നായിരുന്നു പി വി അൻവറിന്റെ ഇന്നലെ വരെയുള്ള പ്രതീക്ഷ. ഇനിയിപ്പം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. വൈകുന്നേരം ഓൺലൈൻ കോൺഫറൻസിലൂടെ പി വി അൻവറിന്റെ കാര്യം തീരുമാനിക്കാമെന്നാണ് UDF നേതാക്കളുടെ ധാരണ. ഇന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ ഉന്നതതല യോഗവും ചേരുന്നുണ്ട്. എവിടെ നിലമ്പൂരിൽ മത്സരിക്കണമോ വേണ്ടയോ, UDFന് പിന്തുണ കൊടുക്കണമോ വേണ്ടയോ എന്നൊക്കെ. ഗോഡ്ഫാദർമാർ ഇല്ലാത്തത് കൊണ്ടാണ് DCC പ്രസിഡന്റായ VS ജോയിയെ നിലമ്പൂരിൽ മത്സരിപ്പിക്കാത്തത് എന്നൊക്കെ പി വി അൻവർ പറഞ്ഞു നടക്കുമെങ്കിലും പി വി അൻവർ VS ജോയിയുടെ ഗോഡ്ഫാദറാകാൻ ഒരു ശ്രമം നടത്തി നോക്കിയില്ലേ എന്ന് എനിക്കും നിങ്ങൾക്കുമൊക്കെ ധൈര്യമായി ചിന്തിക്കാം, സ്വതന്ത്രമായി ചിന്തിക്കാം. VS ജോയിയെ എങ്ങനെയെങ്കിലും ഒന്ന് MLA ആക്കി കിട്ടിയിരുന്നുവെങ്കിൽ പി വി അൻവറിന് ഒന്ന് ഞെളിയാമായിരുന്നു. ഇതിന്റെ പിന്നിൽ നിന്ന് ചുക്കാൻ പിടിച്ച് VS ജോയിയെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിക്കാമായിരുന്നുവെന്ന് പി വി അൻവർ കരുതി. പി വി അൻവർ പിടിച്ചെടുത്ത് പശുവിന് പോലും 10 കൊമ്പ് എന്ന തരത്തിൽ വാദിക്കാമായിരുന്നു എന്നൊക്കെ പി വി അൻവർ കരുതിയപ്പോഴാണ് വി ഡി സതീശൻ ഇടങ്കോലിട്ടത്. ഏറ്റവും ഒടുവിൽ ഇനി എന്റെ ശരണം KC വേണുഗോപാലാണ് എന്ന് പറഞ്ഞ് പി വി അൻവർ KC വേണുഗോപാലിനെ കാണാൻ വേണ്ടി കോഴിക്കോട് ടൗണിൽ വൈകുന്നേരം 5 മണി മുതൽ ഏകദേശം 8 മണി വരെ 3 മണിക്കൂർ പോയി കുത്തിയിരുന്നു. KC വേണുഗോപാൽ ഇപ്പൊ വരും എന്നെ ഇപ്പൊ വന്ന് ദൃഢാലിംഗനം ചെയ്ത് എന്നെ അങ്ങ് UDFിലോട്ട് കെട്ടി എഴുന്നള്ളിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്ന പി വി അൻവറിന് ഒടുവിൽ KC വേണുഗോപാൽ വിളിച്ചു പറയുന്നു, ഇന്ന് ഇത്തിരി തിരക്കാണ് അൻവറെ, നമുക്ക് പിന്നൊരിക്കൽ കാണാം. അപ്പോഴും മനസ്സിലായി അൻവറിന്. ഇവിടെയും വി ഡി സതീശൻ പറഞ്ഞു, KC വേണുഗോപാലിനോട് വി ഡി സതീശൻ പറഞ്ഞു, നിങ്ങൾ പോയി കാണുകയാണെങ്കിൽ കണ്ടോ, വേറൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നത്തോടുകൂടി UDFന്റെ ചെയർമാൻ പദവി ഇന്നത്തോടുകൂടി ഞാൻ രാജിവെച്ചൊഴിയും. മറ്റൊന്നുമല്ല, കഴിഞ്ഞ 10-14 തെരഞ്ഞെടുപ്പുകളിൽ 10 തെരഞ്ഞെടുപ്പുകളിൽ UDF നിഷ്പ്രയാസം ജയിച്ച മണ്ഡലമാണ് നിലമ്പൂർ. ഇതാ MV ഗോവിന്ദൻ തന്നെ പറയുന്നു, CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്ന് പറയുന്നു, 2021 തെരഞ്ഞെടുപ്പിൽ UDFിലെ പടലപ്പിണക്കമാണ് പി വി അൻവറിനെ വിജയിപ്പിച്ചത്. പി വി അൻവറിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് നിസാരം 2700 വോട്ടുകളാണ്. UDFിലെ പടലപ്പിണക്കവും ആര്യാടൻ ഷൗക്കത്ത് PV പ്രകാശ് എന്ന DCC പ്രസിഡന്റിനെ കാലുവാരാതിരുന്നുവെങ്കിൽ പ്രകാശ് ജയിച്ചു പോയേനെ. പക്ഷേ ദൗർഭാഗ്യം കൊണ്ട് പ്രകാശ് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പേ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ സന്തപ്ത കുടുംബാംഗങ്ങൾ ഇപ്പോഴും ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ ആ സങ്കടകരമായ വിയോഗ വാർത്തയും അതുപോലെ തന്നെ വിയോഗത്തിന്റെ അനുസ്മരണവും അതുപോലെ ആര്യാടൻ ഷൗക്കത്ത് കാലുവാരിയ കാര്യവുമൊക്കെ ഇപ്പോഴും ഫേസ്ബുക്കിലൂടെ എഴുതി ഇടുന്നുണ്ട്. അത് ആര്യാടൻ ഷൗക്കത്തിന് പാരയാകുമെന്നൊക്കെ കോൺഗ്രസിന് ഭയവുമുണ്ട്. ഏതായാലും പി വി അൻവർ അയയുന്നില്ല. പി വി അൻവർ പറയുന്നത് എന്നെ ഘടകകക്ഷിയാക്കിയേ പറ്റൂ. എന്നെ പുറത്തു നിർത്തി സഹകരിപ്പിക്കും. ഘടകകക്ഷി ആക്കി കഴിഞ്ഞാൽ ഞാൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കാം, അല്ലെങ്കിൽ ഷൗക്കത്തിനെ പിന്തുണയ്ക്കില്ല, അല്ലെങ്കിൽ ഞാൻ സ്വതന്ത്രമായി മത്സരിക്കും. വി ഡി സതീശൻ എന്താണ് പറയുന്നത്, നിങ്ങൾ UDFന്റെ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കുന്നുവെന്ന് ഉറക്കെ പ്രഖ്യാപിക്കൂ, നിങ്ങളെ ഞങ്ങൾ അസോസിയേറ്റ് മെമ്പർ ആക്കാം. ഇപ്പോൾ നമ്മുടെ CM ഇവരൊക്കെ ഉണ്ടല്ലോ, KK രമയൊക്കെ നിൽക്കുന്നത് പോലെ, RMB ഒക്കെ നിൽക്കുന്നത് പോലെ നമുക്ക് നിങ്ങളെ അങ്ങനെ കൂടെ ഒപ്പം കൂട്ടാം എന്നാണ് വി ഡി സതീശന്റെ പക്ഷം. വി ഡി സതീശൻ പറയുന്നതിനപ്പുറം UDFന് ഒരു വാക്കില്ല. അത് PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു കഴിഞ്ഞു. കാരണം വി ഡി സതീശൻ
എന്താണ് ബലമില്ലാത്ത നാക്കുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും, സ്വാർത്ഥതയൊക്കെ കാണിക്കുമെങ്കിലും രാഷ്ട്രീയ കൗശലം കുറെയൊക്കെ പഠിച്ചു വരുന്നുണ്ട് അൻവറിന്റെ കാര്യത്തിലെങ്കിലും എന്ന് UDF മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികൾക്കും അറിയാമെന്ന് തോന്നുന്നു. അൻവറിന്റെ കാര്യത്തിൽ അതുകൊണ്ട് അന്തിമ തീരുമാനം VD സതീശനിൽ നിന്ന് വരണം. അതുകൊണ്ട് സതീശ മാപ്പ് എന്ന് ഒരു കുറി പറഞ്ഞു, ഇനി പല കുറി പറയാനും അൻവർ തയ്യാറാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.